അസർബൈജാനിലെ ബാക്കുവിൽ നിന്നും ഗബാലയിലേക്ക് 2-3 മണിക്കൂറിലെ യാത്രയ്ക്ക് ശേഷം ഗബാലയിലെ ചെറിയ ചെറിയ കാഴ്ചകൾ കണ്ട് ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. ഗബാലയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹോട്ടലായ ഗബാല ഗാർഡൻ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗബാലയിലെ യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ലുക്ക് ഫോർവേഡ് ചെയ്ത ഒരു സ്റ്റേക്കേഷനാണ് കേട്ടോ ഗബാല ഗാർഡൻ ഹോട്ടലിലേത്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പേസുള്ള ഒരു റൂമായിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിലേറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ടിലെ നല്ലൊരു വ്യൂയോട് കൂടിയിട്ടുള്ള ബാൽക്കണി. ഞങ്ങൾക്ക് ഒരുപോലെ നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു ഫ്രണ്ടിലെ ആ വ്യൂയിലേക്ക് ബാൽക്കണിയുള്ള റൂം തന്നെ വേണമെന്ന്. അങ്ങനെ ഇതാ ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ദൂരെ മൗണ്ടെയ്ൻസിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൊക്കെ വീണിട്ടുള്ള ആ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും ഭംഗിയുണ്ട്. ഒരാൾ വന്നപ്പോൾ തന്നെ റൂം എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടോ. വേറെ ആരുമല്ല, മോൻ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് റൂമിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പറ്റാവുന്ന പോലെ കുറച്ചെടുത്തു എന്ന് മാത്രം. സന്ധ്യ ആയപ്പോഴേക്കും മഞ്ഞായി തുടങ്ങി. അത്യാവശ്യം തണുപ്പുണ്ട്. മഞ്ഞ് മൂടിയിട്ടുള്ള ആ മൗണ്ടെയ്ൻസിൻ്റെ കാഴ്ച ശരിക്കും അവിസ്മരണീയം തന്നെയാണ് കേട്ടോ. അസർബൈജാനിൽ യാത്ര ചെയ്യുന്നവരോട് പറയാനുള്ള ഒറ്റ കാര്യം, ഗബാല ഒരിക്കലും മിസ് ചെയ്യരുത്. മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് അസർബൈജാനിലെ. അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ ചെക്ക് ഇൻ ചെയ്യുന്നുണ്ട്, ചെക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. വന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇവിടേക്കൊന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഒരു പകലത്തെ നീണ്ട യാത്ര കാരണം അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നാളെയാവാം ബാക്കി കാഴ്ചകൾ. ഗബാലയിലെ ഗാർഡൻ ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ ചുറ്റോറ് മൗണ്ടൻസ് ആണ്. ഇവിടുത്തെ ഫസ്റ്റ് മോർണിംഗ് ആണ്. ഒരു രക്ഷയില്ല കേട്ടോ. എന്താ പറയുക, നല്ല ഭംഗിയായിട്ട് സൺറൈസ് നമുക്കിങ്ങനെ മലകളുടെ ഇടയിൽ കൂടെ മഞ്ഞ് മൂടിയ മലകളുടെ ഇടയിൽ കൂടെ ഉള്ള ഒരു സൺറൈസ് കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഓർത്തെടുക്കുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ജീവിതത്തിലെ നല്ലൊരു പ്രഭാതം തന്നെയായിരുന്നു കേട്ടോ ഇവിടെ നിന്നുണ്ടായിരുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് നടക്കാൻ പോവാം കേട്ടോ. രാവിലെ നമ്മൾ വൈകിട്ട് ഇവിടെ വന്നപ്പോൾ രാത്രി ഒന്നും അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല ഹോട്ടൽ. ഇറ്റ്സ് എ വെരി ബിഗ് ഹോട്ടൽ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരുപാട് കാണാനും കാഴ്ചകൾ കുറേ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് താഴത്തൊന്ന് പോയിട്ട് വേഗം വരാം. നമുക്ക് രാവിലെ കുറച്ച് പണികളുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ടൂറ് ഷെയ്ഖിലേക്കല്ലേ നമ്മൾ പോണത്. അപ്പോൾ ഷെയ്ഖി പാലസ്, പിന്നെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ മോർണിംഗ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. രാവിലെ അത്യാവശ്യം നേരത്തെ തന്നെ ഞാൻ എണീറ്റു കേട്ടോ. ആ വ്യൂ കാണാൻ വേണ്ടി, സൺറൈസ്, മൗണ്ടെയ്ൻസിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിനുവേണ്ടി കുറച്ച് നേരത്തെ എണീറ്റാലും വിഷമമില്ല. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് ഇവിടെ ഒന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരാൾ ഉറക്കത്തുനിന്ന് എണീറ്റ വഴിക്ക് തന്നെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പവും അവനില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളെക്കാൾ കൂടുതൽ ഈ കാഴ്ചകളും യാത്രയൊക്കെ അവൻ എൻജോയ് ചെയ്യുന്നുണ്ടോയെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഞങ്ങളിതാ താഴെ എത്തിയിരിക്കുകയാണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം നടന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ആളുകളുടെ പ്രൈവസിയോടെ നമ്മൾ നോക്കണ്ടേ. അതുകൊണ്ട് എനിക്കത് ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നെക്കൊണ്ടാവുന്ന പോലെയാണ് ഞാൻ ഈ വീഡിയോസെല്ലാം എടുത്തിട്ടുള്ളത് കേട്ടോ. സൺറൈസ് ആയിട്ടാണ് ഞങ്ങൾ താഴത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പ് ഇപ്പോഴും ഉണ്ട് കേട്ടോ.
ഗബാല എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അസർബൈജാനിലെ ഒരു മൂന്നാർ എന്നൊക്കെ വിശേഷിപ്പിക്കാം. ഗബാല ഗാർഡൻ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത്യാവശ്യം വലിയൊരു പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ. ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. കോക്കസസ് മൗണ്ടെയ്ൻസിനാൽ ചുറ്റപ്പെട്ട ഈ 5 സ്റ്റാർ ഹോട്ടൽ സിറ്റി സെൻറ്ററിൽ നിന്നും ഏതാനും മിനിറ്റുകൾക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഗബാല എയർപോർട്ടിൽ നിന്നും 25 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. മോഡേൺ ആൻഡ് ക്ലാസിക് ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വായിച്ചറിഞ്ഞത് വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ 96 റൂംസ് ആൻഡ് 21 കോട്ടേജസ് ആണുള്ളത്. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ കോട്ടേജസ്. ഇപ്പോൾ വലിയൊരു ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കോട്ടേജസ് ബെസ്റ്റ് ഓപ്ഷനാണ്. ഗബാല വിസിറ്റ് ചെയ്യാനുള്ള പർപ്പസ് എന്താണെങ്കിലും പക്ഷേ ഇവിടെയുള്ള സ്റ്റേക്കേഷൻ ഉറപ്പായിട്ടും നല്ല കുറേ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കും. ഈ നിശബ്ദതയിൽ നേച്ചറിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സുഖം തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നേരത്തെ എണീറ്റ് ഈ സൺറൈസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു പ്രത്യേക എനർജി തന്നെയാണ്. വിചാരിച്ച പോലെ അല്ല കേട്ടോ, കുറച്ച് അധികം തന്നെ നടന്ന് കാണാനുണ്ട്. ബാക്ക് സൈഡിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഗബാല ഗാർഡൻ ഹോട്ടൽ. അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾക്കൊരു മോർണിംഗ് വാക്ക് കിട്ടിയെന്ന് പറയാം. ഗബാലയിൽ വന്ന ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഗാർഡൻ ഹോട്ടൽ. നല്ലൊരു ബിഗ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ റൂംസ് ഒഴികെ കോട്ടേജസൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ കുറേ അധികം ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടാണെങ്കിൽ കോട്ടേജസ് അവൈലബിൾ ആണ്. നല്ല രസമുണ്ട് കേട്ടോ. മൊത്തത്തിൽ നല്ലൊരു ഗാർഡനും ഇരിക്കാനുള്ള നല്ല സ്പേസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയാസൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ പൂളുണ്ട്. നല്ല രസമുണ്ട്. കുട്ടികൾക്കൊക്കെ വന്നാൽ എസ്പെഷ്യലി കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ. നല്ല സോറി ഗൈസ്, എനിക്കവിടെ എല്ലാം പറഞ്ഞ് മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പാതി വഴിയിൽ വെച്ച് ഞങ്ങളുടെ കൂടെ കൂടിയ ഒരു അതിഥിയാണ് അവിടെ കണ്ട ആ നായക്കുട്ടി. സംഭവം മൂപ്പരത്ര ഉപദ്രവകാരിയൊന്നല്ലെങ്കിലും എനിക്ക് നല്ല രീതിയിൽ പേടി തോന്നി. കാലിൻ്റെ ഇടയിൽ കൂടിയും എല്ലാം വട്ടിട്ട് ഓടിക്കളിക്കുകയായിരുന്നു ആശാൻ. വല്ലാണ്ട് സ്നേഹപ്രകടനം നടത്തുമ്പോൾ ഇടയിലെങ്ങാനും കടിക്കാൻ തോന്നിയാലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. ഞാൻ കുറേ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു വെച്ചാലും മൂപ്പര് കൂടെ അങ്ങനെ നടന്നു. ഏതാണ്ട് ഇതിൻ്റെ ഒരു അറ്റം വരെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കതത്ര കാര്യമായിട്ട് തോന്നിയില്ല വെച്ചാലും വേറൊരാൾക്ക് അത് നന്നായിട്ട് രസിച്ചുക്കണു. വേറെ ആരുമല്ല, ഞങ്ങളുടെ മോൻ തന്നെ. മൂപ്പർക്ക് വലിയ ഇഷ്ടമായിക്കണു. അതിനെ നോക്കി നന്നായി ചിരിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. ഗാർഡൻ ഏരിയ, പൂൾ ഏരിയ, സ്പോർട്സ് ഏരിയ, കിഡ്സ് ഏരിയ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു കേട്ടോ. ഇനി അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. പക്ഷേ എല്ലാ വീഡിയോസും ഇവിടെ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണില്ല എന്ന് ഞാൻ വിചാരിച്ചു. സാധാരണ ഹോട്ടലുകളിൽ സ്റ്റേ ചെയ്യുമ്പോൾ ഞങ്ങൾ മിസ് ചെയ്യാത്ത ഒന്നാണ് പൂളിൽ പോകുന്നത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് വരണം തന്നെ തോന്നിയിട്ടില്ല. കാരണം ഇവിടുത്തെ തണുപ്പ് തന്നെ. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഈ തണുപ്പിൽ ആരും പൂളിൻ്റെ ഭാഗത്തേക്ക് പോലും വന്നിട്ടില്ല. ഇത് ഇനിയുണ്ട് കേട്ടോ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾ കുറച്ചു നേരം കാഴ്ചകൾ കാണൂ.
അങ്ങനെ നടന്ന് നടന്ന് ഒരുപാട് കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഇതിൻ്റെ ഒരു അറ്റം എത്തിയിരിക്കുകയാണ് കേട്ടോ. മാപ്പ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇനിയും ഞങ്ങൾ കവർ ചെയ്യാത്ത ഏതൊക്കെയോ ഭാഗങ്ങളുണ്ട്. അതൊന്നും എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം ഇന്ന് ഞങ്ങൾക്കിനി ഇല്ല. കാരണം നമ്മളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പോയിട്ട് വേണം റെഡിയാവാൻ. ഭക്ഷണം കഴിക്കുന്നത് മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മുന്നിൽ അങ്ങനെ കിടക്കുകയാണ്. ഇത്രയും നേരം നിർത്താതെ നടന്നതിൻ്റെ ക്ഷീണം കുറച്ച് നേരം ഇവിടെ ഇരുന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് ഭക്ഷണം കഴിക്കാൻ പോവാമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ മുന്നിൽ കുറച്ച് സൈക്കിളെല്ലാം നിർത്തിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് റെൻറ്റിനെടുത്ത് ഇവിടെ ചുറ്റി കാണാം. നടക്കുന്നതിന് പകരം സൈക്കിളിൽ. ഇനിയിപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ അത്. ഡിന്നറിനൊപ്പം ലൈവ് മ്യൂസിക് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷേ എനിക്കതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ കാര്യമായിട്ട് പറ്റിയില്ല. മോനുള്ള കാരണം അവൻ്റെ ഉറക്കവും കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. കൂടുതൽ ഇമ്പോർട്ടൻസ് അങ്ങോട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ പുറത്തുള്ള കാഴ്ചകളേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഒരുപാട് കാണാൻ. എന്തിനു പറയുന്നു, ഇവിടുത്തെ ആർക്കിടെക്ചർ പോലും ഭയങ്കര കൗതുകമായിട്ട് നമുക്ക് തോന്നും. എന്തൊരു ഭംഗി അറിയോ. ശരിക്കും പറഞ്ഞാൽ ഒരു പാലസിലൊക്കെ പോയ പോലത്തെ ഒരു പ്രതീതിയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നിയത്. ലൈറ്റിങ്സും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും എല്ലാം വളരെ നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഡൈനിങ് ഏരിയയിലേക്ക് എത്തി. രാവിലെ നേരത്തെ ആയതുകൊണ്ട് അത്ര തിരക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഈ ടൈം ഓപ്റ്റ് ചെയ്തത്. പിന്നെ അവിടുത്തെ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഭക്ഷണം കഴിക്കുന്ന ഏരിയയിൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രൈവസി ആണല്ലോ. ഇത് അന്നേ ദിവസം തന്നെ ഈവനിങ്ങിൽ അവനെ കിഡ്സ് ഏരിയയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞാനെടുത്ത ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വളരെ നല്ല രീതിയിലുള്ള ക്രമീകരണം തന്നെയാണ് കേട്ടോ കിഡ്സ് ഏരിയയിലും അവർ കൊടുത്തിരിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ കുട്ടികൾക്ക് വരെ കളിക്കാൻ പാകത്തിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.